അല്ല, ഞാൻ പറഞ്ഞല്ലോ UDF പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. സെറ്റിൽ ചെയ്ത് UDF മുന്നോട്ട് നീങ്ങും. ഏത് പ്രശ്നവും സെറ്റിൽ ചെയ്തിട്ടല്ലേ നീങ്ങാൻ പറ്റൂ. അപ്പോൾ പ്രശ്നം സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഏതാ മൂന്നാമത്തെ സീറ്റ് സജീവ ചർച്ചയായിരുന്നു. അത് രാജ്യസഭാ സീറ്റിലേക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നൈതികതയുടെ പ്രശ്നം അവിടെ വരുന്നില്ല. കാരണം ഇടതുമുന്നണി ഉൾപ്പെടെ ഒരു ഭാഗത്ത് അവർ ചാക്കിടാൻ നോക്കുന്നുണ്ട്. ആര് ചാക്കിടാൻ? അതൊന്നും നടക്കില്ല, നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഏതായാലും EP ജയരാജൻ വളരെ ലീഗിന് വേണ്ടി കാര്യമായിട്ട് അദ്ദേഹം കണ്ണീരൊഴുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് RJDയുടെ ആ കണ്ണീരൊന്ന് തുടക്കുക ആദ്യം. അതിനുശേഷം പോരെ ഞങ്ങളെ ഉപദേശിക്കാൻ. ആ പാവങ്ങൾ ഇവിടുന്ന് പോയിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ശ്രേയംസ് കുമാറിൻ്റെ രാജ്യസഭയും കൊടുത്തില്ല. ആകെ അസംബ്ലിയിൽ 3 സീറ്റ് കൊടുത്തു. ഒരാൾ ജയിച്ചു വന്ന ആളെ മന്ത്രിയാക്കിയില്ല. അങ്ങനെയൊക്കെ ഒരു ഘടകകക്ഷിയെ പീഡിപ്പിച്ച മുന്നണിയുടെ കൺവീനറാണ്. ഞങ്ങളിൽ ആർക്കൊക്കെയാണ് ശക്തി എന്നൊക്കെ അളന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ ശക്തി അളക്കാൻ ഞങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. എങ്ങനെ അത് മാറ്റും എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നാൽ പിന്നെ അതായിരിക്കും ശരി. ആര്? അല്ല, അതെനിക്കറിയില്ല. കാരണം ഇന്നലത്തെ ചർച്ച എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. ഇന്നലെ ചർച്ച ചെയ്യും, പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഇന്നലെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയെന്നാണ് രണ്ട് വിഭാഗത്തിൻ്റെയും പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തൊഴുകാൻ പോയതാണ്. വടകരയ്ക്ക് വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യുന്നൊന്നും വടകര വിട്ടുകൊടുക്കുന്ന അങ്ങനെ അത്തരത്തിലുള്ള വാർത്തകൾ കൂടെ വരുന്നത് എങ്ങനെയാണ്? അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്ത നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്താ അഭിപ്രായം എന്ന്. ഞാനിപ്പോൾ ഏതായാലും MP എന്നുള്ള എനിക്ക് വടകര ഫീൽഡിലുണ്ട്. സ്ഥാനാർത്ഥിയാവണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മുന്നണി ബന്ധം ശക്തിപ്പെടുത്താൻ ഒരിക്കലും വടകര ഒരു തടസ്സമല്ല. ഈ വടകരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജ ആകാൻ വേണ്ടി പോവുകയാണ്. അത് BJP RSS CPM ധാരണപ്പുറത്താണെന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെ MPക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്? അല്ല, മറ്റേ അവരുടെ ഹമാസ് വിരുദ്ധ പ്രസ്താവനകളൊക്കെ അതിലേക്കൊരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി തള്ളിക്കളഞ്ഞ ഒരു കാര്യം അവരിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിലൊരു അന്തർധാര കാണുന്നുണ്ട്. ഇവിടെ വടകരയിലെ 2 സ്ഥാനാർത്ഥികളിൽ ഹമാസിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതൊരു ഭീകരാക്രമണമായിട്ട് പാർട്ടി കരുതുന്നില്ല. കാരണം വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടൊരു ജനതയുടെ വികാരമായിട്ടാണ് ഒക്ടോബർ 15 സംഭവത്തിനെ എൻ്റെ പാർട്ടി കാണുന്നത്, ഞാൻ കാണുന്നു. നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം തിരുവനന്തപുരത്ത് ചോദിക്കേണ്ട കാര്യമാണ്, അത് വടകരയിൽ ചോദിക്കേണ്ട കാര്യമല്ല. ഈ വടകര ആവശ്യപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല അവിടെ എന്നാരും പറഞ്ഞു? ഞാൻ പറയാം, 53 വർഷങ്ങൾക്ക് മുമ്പ് ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് എൻ്റെ പിതാവാണ്. അന്ന് ഒരുപാട് അദ്ദേഹത്തിന് കല്ലേറും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കെ കരുണാകരൻ്റെ മകൻ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനല്ലാതെ ഇതൊരു ശതമാനം പോലും ബ്രേക്ക് ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ നിങ്ങളുടെ വേവലാതി എനിക്കില്ല. സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ രാജ്യസഭാ സീറ്റിലേക്ക് ചർച്ചകൾ എത്തിയിട്ടില്ല എന്ന ഒരു വേളയിൽ MP പറഞ്ഞിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞു. പക്ഷേ ഇന്നലെ ഇപ്പം കെ സുധാകരൻ പറയുന്നു അത്തരത്തിലുള്ള ചർച്ചയും അതിൽ ആണ് ലീഗിനെ ഇപ്പോൾ ഒരു ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിട്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രണ്ടുപേരും സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ധാരണയിലെത്തിയെന്നാണ്. അതെന്താണെന്ന് എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനെങ്ങനെയായാലും അഭിപ്രായം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. എനിക്കറിയില്ല ഇന്നലെ എന്താ ഉണ്ടായത്. മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത്, കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നടത്തിയൊരു ഒരു പരാമർശം വലിയ തോതിൽ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇത്തരം പരാമർശങ്ങളൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവാൻ പാടുള്ളതാണോ? അല്ല, അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് അത്ര അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഫുൾ സെൻറ്റൻസാണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്.
അതല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നൊരു ഭാഷയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും പാർട്ടിയിലെ ഒരു വഴക്കിൻ്റെ ഭാഗമല്ല. ഒരു കാര്യം, ഈ മുഖാമുഖം പരിപാടി നടക്കുന്നുണ്ടല്ലോ, ഇന്നലെ ഷിബു ചക്രവർത്തി ഒരു കാര്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അഭിപ്രായം അല്ല, ഞാനത് ആദ്യമേ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ അറിയാവുന്ന ആൾക്കാർ അവിടെ പോയിട്ട് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അഭിപ്രായം പറഞ്ഞാൽ മുഖം അടച്ചു കിട്ടും. പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്.